AKG സെന്റർ മറക്കാനായിട്ടില്ല. അന്ന് ഈ AKG സെന്ററിൽ ആക്രമണം നടക്കുമ്പോൾ ആരാണുള്ളത്? ബഹുമാനപ്പെട്ട ശ്രീമതി ടീച്ചറൊക്കെ അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ആ ബോംബ് പൊട്ടിയതിനെ പറ്റി എന്താ പറയുക, ടീച്ചർ ഒരു എന്താ പറയുക കിലുക്കോ എന്താ പറയുന്നുണ്ട്. ആ ടീച്ചർക്ക് എന്തായി എന്താണ് എഴുതിയിരിക്കുന്നത്? കിടുങ്ങാച്ചി അമ്മ എന്നുള്ള പേരിട്ട് ഇവിടെ സൈബറില്ലേ ഇല്ല ഇട്ടില്ലേ? എന്തിനാ ആ കേസ് പുരട്ടി പഠിക്കാൻ നോക്കിയില്ലേ? ആ ചീത്തപ്പേര് അവർ വഹിക്കുമ്പോഴാണ് അവർ PV അൻവറിനെതിരെ പറയുന്നത്. ആയിക്കോട്ടെ, അവരും അനുഭവിച്ചാണല്ലോ. ആ AKG സെന്റർ കമ്മ്യൂണിസ്റ്റുകാർ കത്തിക്കുക പരിശ്രമം നടത്തിയെന്നില്ല എത്ര വാർത്ത വന്നു. അപ്പൊ ഈ പോക്ക് അങ്ങോട്ടാണ്. ഇവർക്കൊക്കെ P ശശിയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും. ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രമുള്ള ഇന്ത്യ രാജ്യത്ത്, കേരളത്തിലല്ല കേട്ടോ, ഇന്ത്യ രാജ്യത്ത് ഇത്രയും എന്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ ബഹുമാനപ്പെട്ട CM-ന് മാത്രമേ കഴിയുള്ളൂ. ഞാൻ ബന്ധപ്പെട്ട ഒരു സഖാവ്, ഒരൊറ്റൊരുത്തൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് നല്ലത് പറഞ്ഞാൽ ഇതിൻ്റെ ചെവി അരിച്ചു കൊടുക്കാൻ CM-ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ CM ഈ കെട്ടിപ്പിടിച്ച് നടക്കുന്നത്? CM എന്തിനാണ് ഇവരെ കെട്ടിപ്പിടിച്ച് നടക്കുന്നത്? അവിടെയാണ് പ്രശ്നം. അപ്പം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട്, എൻ്റെ പാർട്ടിക്കാരോട്, എൻ്റെ പ്രവർത്തകരോട്, CM-നോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിർത്തിക്കൊണ്ട് തന്നെ പറയാണ്, ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും ഇദ്ദേഹം. യാതൊരു തർക്കം എനിക്കില്ല. അദ്ദേഹത്തെ നയിക്കുന്നത് ഇപ്പം എന്താണ്? പല ഉപജാപക സംഘങ്ങളുമാണ്. നേർക്ക് നേരെ കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും അതിന് ആളുകളില്ലാതെ ആയിരിക്കും. പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 ദിവസം മുമ്പ് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണല്ലോ നിങ്ങൾ. ആ നേതാവിനോട് പറഞ്ഞെന്താ നിങ്ങൾ? നമ്മളോടൊന്നും ഇപ്പം സംസാരിക്കലില്ല, നമ്മളൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയി. ഞാൻ ഞെട്ടിപ്പോയി. ഈ ഫീൽഡിൻ്റെ ഒരു പൊളിറ്റീഷ്യനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും ഉയർന്നതായിട്ട് അദ്ദേഹത്തെ അടുത്ത ബന്ധമുള്ള ആള്. അപ്പം അദ്ദേഹത്തിന് എന്താ കേൾക്കുന്നത്? എന്താ അദ്ദേഹം അറിയുന്നത്? ഈ പറയുന്ന ഈ അജിത് കുമാറും വാറോല സംഘവും ഈ P ശശിയും മാത്രം മതി. മനസ്സിലായോ? അങ്ങോട്ടേക്കാണ് ഈ പാർട്ടിയെ കൊണ്ടുവന്നത്. സഖാക്കൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പാർട്ടി ഇവിടെ നിൽക്കണം. ഒരു നിയാസ് മാത്രം നിലനിന്നുകൊണ്ട് കാര്യമില്ല. ഒരു നിയാസിനെ ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ നിയാസിനെ മാത്രം അതിൻ്റെ ബാക്കിയുള്ളവരെയും താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും അതിൻ്റെ ഒപ്പം നിന്നിട്ട് PV അൻവറിൻ്റെ നെഞ്ചത്ത് കയറാൻ വരുന്നുണ്ടെങ്കിൽ റിയാസ് തല പോയിക്കണം, അതുകൊണ്ടാ ഇതൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ ഒരു റിയാസ് മതിയോ? സഖാക്കൾ ആലോചിക്കട്ടെ, മതിയോ? അവർ തീരുമാനിക്കണം. ഇതൊരു പ്രധാന വിഷയമാണ്. എന്തേ പാർട്ടിക്ക് ഇത് ഇടപെടാൻ കഴിയാത്തത്? ഞാൻ നാളെ തരുന്നുണ്ട് നിങ്ങൾക്ക്. പാർട്ടി അതിൽ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഈ പാർട്ടിയുടെ എന്താ ഞാൻ കൊടുത്ത പരാതി? കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് നാളെ ഞാൻ ആ കത്തിൻ്റെ കോപ്പി തരും. ഓരോ സഖാവും അതൊന്ന് വായിച്ച് പഠിക്കുക. എന്നിട്ട് നിങ്ങളത് സ്വയം അന്വേഷിക്കുക. അതിൽ കഴമ്പില്ല എന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ടോ, വസ്തുതയുണ്ടോ എന്ന് പ്രിയപ്പെട്ട സഖാക്കൾ പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾ കല്ലെറിഞ്ഞോ, കുഴപ്പമില്ല. എനിക്ക് എന്നെ കല്ലെറിയുന്ന സഖാക്കളോട് എനിക്ക് ഒരു വെറുപ്പില്ല. ആ സഖാക്കളോടൊപ്പം ആ സഖാക്കൾ തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പിന്തുണ വന്നത്. ഇന്നും എൻ്റെ പിൻബലം ആ മതേതരവാദികളായ ഈ നാട്ടിലെ സാധാരണക്കാർ ഇവിടെ ജീവിക്കണം, അവർക്കൊരു അത്താണിയാകണം, അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സഖാക്കൾ തന്നെയാണ് എനിക്ക് പിന്തുണന്നുള്ളത്. തെറ്റിദ്ധരിച്ച സഖാക്കളുണ്ടെങ്കിൽ പുത്തൻ വീട്ടിൽ ഷൗക്കത്തലിയുടെ മകൻ, പുത്തൻ വീട്ടിൽ അൻവർ, ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു പോകാനോ ഇതുകൊണ്ട് പേരെടുക്കാനോ ഇതുകൊണ്ട് ആളാകാനോ ഞാൻ വന്നിട്ടില്ല പ്രിയപ്പെട്ട സഖാക്കളെ. വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഘട്ടത്തിലൊക്കെ എപ്പോഴും എനിക്ക് എൻ്റെ കാര്യം നോക്കി പോകായിരുന്നു. ദയവായി നിങ്ങൾ അതെങ്കിലും മനസ്സിലാക്കുക.